UN-ന്റെ ആണവായുധ വ്യാപന നിരോധന കരാറിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തോട്ട് ഇറാന്റെ പ്രതിനിധി. അതങ്ങനെ ശരിയാവൂലേ? ഇറാനല്ലേ ഇവിടെ ലോകരാജ്യങ്ങൾക്ക് മൊത്തം ഭീഷണിയായിട്ട് നിൽക്കുന്നത്, അതും ഈ ന്യൂക്ലിയർ ബോംബ് കയ്യിൽ വെച്ചിട്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ആണവ വ്യാപന നിരോധന കരാറിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തോട്ട് എങ്ങനെയാണ് ഇറാൻ എത്തിയത് എന്നല്ലേ നമുക്ക് പറയാം. മറ്റൊരു വാർത്ത, ഇറാനിലെ ഇസ്ഫഹാന്റെ അടുത്ത് ഒരു വലിയ റൺവേ കണ്ടെത്തിയത്. പെട്ടെന്ന് കണ്ടെത്തിയതാണ് ഈ റൺവേ. അതായത് അമേരിക്ക ഉണ്ടാക്കിയിട്ടുള്ള റൺവേ ആയിരിക്കാനേ ചാൻസ് ഉള്ളൂ. അമേരിക്കയ്ക്ക് അവിടെ വല്ല ഫ്ലൈറ്റുകളും ഇറക്കി കംപ്ലീറ്റ്ലി യുറേനിയം അങ്ങോട്ട് അടിച്ചെടുത്ത് പോകാം എന്നുള്ള ചിന്തയിൽ രഹസ്യമായിട്ടുണ്ടാക്കിയിട്ടുള്ള ചില റൺവേസ് ആണ് ഇത് എന്നാണ് പലരും ഇപ്പം പറഞ്ഞു വന്നിട്ടുള്ളത്. ആ ന്യൂസും ഒന്ന് കണ്ടിട്ട് വരാം. അതുപോലെ അമേരിക്കയുടെ CIA-യുടെയും അതുപോലെ തന്നെ മൊസാദ് ഏജന്റുമാരുടെയും കൂട്ടത്തോടെ ഇന്നലെ ഇറാനിൽ വീണ്ടും അറസ്റ്റ് ചെയ്യുകയും അവരുടെ കയ്യിൽ നിന്ന് സ്റ്റാർലിങ്കിൻ്റെ കണക്ഷൻ അടക്കം അല്ലെങ്കിൽ സ്റ്റാർലിങ്ക് വെച്ചിട്ട് അവരവിടെ വെച്ചിട്ട് സകല പരിപാടികൾ മൊത്തമായിട്ട് തൂക്കിയിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇറാന്റെ ഹാക്കേഴ്സ് ഗ്രൂപ്പായിട്ടുള്ള ഹന്താല ഇന്നലെ അമേരിക്കയുടെ പേർഷ്യൻ ഗൾഫിലുള്ള 2380 വരുന്ന മറൈൻസിൻ്റെ, അതായത് ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തമ്പടിച്ചിരിക്കുന്ന മറൈൻസിൻ്റെ A to Z കാര്യങ്ങൾ ചോർത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ചില വാറിൻ്റെ അപ്ഡേറ്റുകൾ നമുക്ക് കാണാം. അതായത് നമ്മൾ പലതും കേൾക്കുന്നുണ്ടല്ലേ, കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ടുള്ള ചർച്ചയുടെ കാര്യങ്ങളും ഇറാൻ മുന്നോട്ട് വെച്ച ഉപാധികളും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. എവിടെ എത്തിയിട്ടില്ല, അമേരിക്ക അംഗീകരിച്ചിട്ടില്ല. കൂട്ടത്തിൽ OPEC-ന് UAE പിന്മാറുന്നു, UAE അയൺ ഡോം വാങ്ങിക്കാൻ പോകുന്നു ഇവിടെ ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന്. കാരണം അവിടെ ചിലവാകുന്നില്ല, മൊത്തം പൊട്ടിത്തകർന്നിട്ടുണ്ട്. ഇനി UAE കുറച്ച് അല്ലെങ്കിൽ ഇവരുടെ ആസനം നക്കാൻ അമേരിക്കയുടെ ഇത് ഏകദേശം നക്കി വെളുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇസ്രായേലിൻ്റെത് കയ്യിലോട്ട് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ വാർത്തകൾ സൈഡിലൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഇതിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇപ്പം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞ പോലെ UN ആണവ പദ്ധതിയുടെ, അതായത് ആണവായുധങ്ങളുടെ വ്യാപനത്തിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നിരോധന പദ്ധതിയുണ്ട്, അതായത് NPT എന്ന് പറയും. ഈ ഒരു അവലോകന പദ്ധതിയുടെ സമ്മേളനത്തിൽ ഇറാന്റെ പ്രതിനിധിനെ അതായത് ഇറാൻ എന്ന രാജ്യത്തിന് അതിൻ്റെ ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തോട്ട് നിയമിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ്. അതായത് 34 വൈസ് പ്രസിഡന്റുമാരാണ് ഈ എന്താ പറയുക NPT എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവത്തിനുള്ളത്. ഇതിൻ്റെ ഒരു അംഗമായിട്ട് ഇറാനെ തിരഞ്ഞെടുത്തു. അതായത് അമേരിക്കയുടെ ഇത്രയും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ലോകരാജ്യങ്ങളോട് ഇറാൻ്റെ കയ്യിൽ സാധനമുണ്ട്, ഇറാനാണ് ഇത് വ്യാപിപ്പിക്കാൻ പോകുന്നത്, ഇറാൻ ഇത് വെച്ചിട്ട് ഇസ്രായേലായിട്ടുള്ള എൻ്റെ ചെകുത്താൻകുട്ടിയെ കൊന്നുകളയും, അതുകൊണ്ട് എനിക്ക് ട്രംപിന് സപ്പോർട്ട് ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞിട്ട് യുദ്ധം സ്റ്റാർട്ട് ചെയ്ത അതേ സ്ഥലത്ത് അല്ലെങ്കിൽ അതേ രാജ്യം ഇപ്പം UN-ന്റെ ഈ ഒരു സ്ഥാനത്തോട്ട് വന്നിട്ടുണ്ട്. UN-ൽ വന്നിട്ടൊന്നും കാര്യമില്ല, പണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ വലിയ കാര്യമായിരുന്നു. ഇപ്പം UN-നൊക്കെ എത്രത്തോളം വിലയുണ്ട് നമുക്ക് മനസ്സിലാവും. പക്ഷേ അവിടെ വന്ന് 121 രാജ്യങ്ങളുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇറാൻ ഈ ഒരു പൊസിഷനിലോട്ട് വരുന്നത്. നമുക്ക് ആ ന്യൂസിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്ന് കാണാം. സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ആണവ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനുള്ള രാജ്യങ്ങളുടെ അവകാശത്തെ ഈ പ്രസ്ഥാനം പിന്തുണയ്ക്കുന്നുണ്ട്. ഇനി അമേരിക്കയ്ക്ക് ഏറ്റവും ഏറ്റിട്ടുള്ള തിരിച്ചടി തന്നെയാണ്. കാരണം ട്രംപ് ഭരണകൂടത്തിന് കടുത്ത സമ്മർദ്ദം ഇപ്പം നമുക്കറിയാം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അത് നിൽക്കുന്ന സമയത്ത് തന്നെ അവരുടെ ഏറ്റവും വലിയ നയതന്ത്ര തോൽവിയായിട്ടാണ് ഇതിനെ പല ആളുകളും കണക്കാക്കപ്പെടുന്നത്. ഇറാൻ്റെ ഈ പദവി അമേരിക്കയ്ക്ക് നയതന്ത്രപരമായിട്ടുള്ള തിരിച്ചടിയും ഈ തീരുമാനത്തെ അമേരിക്കൻ പ്രതിനിധികൾ ശക്തമായിട്ട് ഇതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി രാജ്യാന്തര പ്രതികരണം, ഈ ഒരു കാര്യത്തിൽ മറ്റ് രാജ്യങ്ങളുടെ പ്രതികരണമാണ് അതിനേക്കാൾ രസം. ഓസ്ട്രേലിയ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ദുബായ് ഷെയ്ഖും ഇതിനെ ശക്തമായിട്ട് അപലപിച്ചിട്ടുണ്ട്, വളരെ മോശമാണെന്നും പറഞ്ഞിട്ട്. പക്ഷേ ഇതിനെ പൂർണ്ണ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് റഷ്യയും അതുപോലെ തന്നെ ചൈനയും. അപ്പം ഇറാൻ ഇപ്പം ഈ ഒരു അവസരത്തിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന് നമുക്ക് പച്ചക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനൊരു കാര്യം ഇന്നലെ നടന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. ഇനി മറ്റ് പ്രധാന സംഭവങ്ങൾ, അതായത് രഹസ്യ വ്യോമത്താവളം കണ്ടെത്തി എന്നുള്ള ചില വീഡിയോസും ചില ക്ലിപ്പുകളും ചില വാർത്തകളൊക്കെ ചില അമേരിക്കൻ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് അമേരിക്കൻ മാധ്യമങ്ങളിലും ചില യൂറോപ്യൻ മാധ്യമങ്ങളിലും ഭയങ്കര ശക്തമായിട്ട് ഇതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ, അതായത് ഒരു വിത്ത് വീഡിയോ ആണ് കാണിക്കുന്നത്. നമുക്ക് ഏതായാലും വാർത്ത ഒന്ന് കേട്ടിട്ട് നോക്കാം. ഞാൻ കണ്ടിട്ടില്ല ഈ വാർത്തത്തിന് മുമ്പ് എവിടെയും, അതുകൊണ്ടാണ് ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. ഇറാന്റെ ഇസ്ഫഹാൻ മേഖലയ്ക്ക് സമീപം അമേരിക്കയുടെ രഹസ്യ വ്യോമപാത കണ്ടെത്തിയത്. അത് രഹസ്യമായിരുന്നു, ഇപ്പോൾ അത് പരസ്യമാണ്. കാരണം എല്ലാവരും അറിഞ്ഞൊരു കാര്യമാണ്. അപ്പം ഇത് മുമ്പേ ചെയ്തു വെച്ചിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ നമുക്കറിയാം അമേരിക്കയുടെ ഫ്ലൈറ്റുകൾ അവിടെ വീണതും അല്ലെങ്കിൽ അവിടെ ലാൻഡ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള കുറേ ഇമേജസും ഫോട്ടോസൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മറ്റൊരു ഏരിയയിലാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. വളരെ വിജനമായിട്ട് ഇറാൻ എന്ന് പറഞ്ഞാൽ എത്ര വലുതാണ് നമുക്കറിയാം അല്ലേ. അതായത് ഇസ്രായേൽ എന്ന രാജ്യം ഇറാനിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഏകദേശം എത്രയോ മടങ്ങുകൾ വലുതാണ് ഇറാൻ. അപ്പം അത്രയും ഒരു ഇറാൻ്റെ ഏതോ ഒരു അടഞ്ഞ പ്രദേശത്ത്, ആളും മനുഷ്യനും ഇല്ലാത്തൊരു പ്രദേശത്താണ് ഇത് കണ്ടെത്തിയതായിട്ടുള്ളത് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും.
അമേരിക്കയുടെ വ്യോമപാത ഈ ഒരു ഏരിയയിൽ കണ്ടെത്തി. ഇറാൻ്റെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാനിൽ നിന്നും യുറേനിയം പിടിച്ചെടുക്കാനുള്ള കമാൻഡോ നീക്കങ്ങൾക്കായി നിർമ്മിച്ചതാകാം ഇത് എന്ന് കരുതപ്പെടുന്നുണ്ട്. ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് ഉപരോധം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അറേബ്യൻ കടലിൽ വെച്ചിട്ട് ഏതാണെങ്കിലും ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു കൺഫർമേഷനോ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതികരണമോ ഇറാൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയുടെ സൈഡിൽ നിന്നോ വന്നിട്ടില്ല. ഇത്തരം കുറേ വീഡിയോസും അതല്ലെങ്കിൽ അതിൻ്റെ കുറേ ഫോട്ടോസും ഒക്കെ ഇപ്പം ഇങ്ങനെ ഇൻ്റർനെറ്റിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മളൊന്ന് പാസ് ചെയ്യാൻ ഒരു ഇൻഫർമേഷൻ തന്നു എന്ന് മാത്രം. നമുക്ക് നോക്കാം വേറെ വല്ല അപ്ഡേറ്റും ഇതിനെപ്പറ്റി വരുന്നുണ്ടോ എന്നുള്ളത്. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ മറ്റ് പറയാനുള്ളൊരു പ്രധാന കാര്യം ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് ഒരുപാട് സ്പൈ ഗ്രൂപ്പുകളെ ഇറാൻ പൊക്കിയിട്ടുണ്ട്. ഇറാൻ്റെ അകത്തിരുന്നിട്ടും അതുപോലെ ഇറാൻ്റെ എതിരെ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്പൈ ഗ്രൂപ്പുകളെ ഇറാൻ്റെ രഹസ്യാന്വേഷണ സേന പൊക്കിയിട്ടുണ്ട്. സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് രഹസ്യ വിവരങ്ങൾ വിദേശത്തേക്ക് കടത്തുന്ന ഒരു ചാര സംഘടനയാണ് ഇറാൻ ആദ്യമായിട്ട് പിടിച്ചതായിട്ട് പറയുന്നത്. ടെഹ്റാനിലെ യൂസഫ് അബ്ബാദ് ജില്ലയിലെ ഒരു അപ്പാർട്ട്മെൻറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഷിറാസിന് സമീപത്തുള്ള ഇസ്താനിലും സമാനമായിട്ടുള്ള രീതിയിലുള്ള വിവരങ്ങൾ ചോർത്തിയിട്ടുള്ള ഒരുപാട് പേരെ പിടികൂടിയിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല സ്റ്റാർലിങ്ക് ഇൻ്റർനെറ്റ് ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവന്മാർ പരിപാടിയൊക്കെ ചെയ്യുന്നത്. കാരണം ഇറാൻ്റെ മറ്റെല്ലാ രീതിയിലുള്ള ഇൻ്റർനെറ്റും ബ്ലാക്ക് ഔട്ട് ആയിരിക്കുകയാണ്. അത് മാത്രമല്ല അതിൽ റിലീസ് ചെയ്തിട്ടുള്ളതിലൊക്കെ കംപ്ലീറ്റ് ഇറാൻ്റെ ഒരു ഫോക്കസ് നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ അവരത് ഫുൾ ടൈം അത് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം സ്റ്റാർലിങ്ക് ആണ് നമുക്കറിയാം അമേരിക്കക്കാർ അവിടെ കൊണ്ടിട്ട് അമേരിക്ക അതിലൂടെയാണ് മാക്സിമം വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപകരണങ്ങളാണ് ഇവരുടെ കയ്യിൽ കണ്ടെത്തിയിട്ടുള്ളത്. പ്രാദേശിക ഇൻ്റർനെറ്റ് സംവിധാനങ്ങളെ ആശ്രയിക്കാതെ നേരിട്ട് ഉപഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഈ സ്റ്റാർലിങ്ക് ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ ചാരപ്രവൃത്തി ചെയ്തതായിട്ട് ഇറാൻ്റെ അധികൃതർ ഇപ്പം പുറത്തോട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഒരു പൊക്കിയിട്ടുണ്ട്. ഇനി അത് മാത്രമല്ലാതെ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഒരുപാട് വെപ്പൺസും ഒരുപാട് കാര്യങ്ങളൊക്കെ പൊക്കിയിട്ടുണ്ട്. എൻ്റെ ഇമേജസാണ് ഞാൻ മൊത്തം ബ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അതിർത്തി ഏരിയയിലെ ടെററിസം നമ്മളെ പാകിസ്ഥാൻ എങ്ങനെയാണോ അമേരിക്ക IS-നെയും അതല്ലെങ്കിൽ ഈ പറഞ്ഞ അൽഖ്വയ്ദിനെയൊക്കെ ഉണ്ടാക്കി അതുപോലെ ഇറാനിലുമാർ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വിട്ടിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് ഇന്നലെ പിടിച്ചെടുത്തിട്ടുള്ള ഒരുപാട് ആയുധങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇമേജസ് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി അതല്ലാണ്ട് ഇറാൻ്റെ ഹാക്കിംഗ് ഗ്രൂപ്പായിട്ടുള്ള ഹന്താല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ട്. അവരിടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കാഷ് പട്ടേലിനെ പോലത്തെ അല്ലെങ്കിൽ IDF ഹെഡായിട്ടുള്ള കുറേ ആളുകൾ, പിന്നെ ഒരുപാട് മൊസാദ് ഏജൻറ്റുമാരുടെ ഒക്കെ ഡീറ്റെയിൽസിൽ ഇസ്രായേലിയൻ പൈലറ്റുമാരുടെയും ഇസ്രായേലിയൻ വ്യോമ പൈലറ്റുമാരുടെ ഒക്കെ ഡീറ്റെയിൽസ് പുറത്തോട്ട് വിടാറുണ്ട്. അവരുടെ പോക്കുവരവുകൾ, അവരുടെ ഡിസ്കഷൻസ്, മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ഡിസ്കഷൻസ് ഒക്കെ പുറത്ത് വിട്ടിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവർ പുറത്തോട്ട് വിട്ടിട്ടുള്ളത് ഈ ഒരു സംഭവങ്ങളാണ് പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. അതായത് അമേരിക്കൻ മറൈൻസ് ഉണ്ട്. ഇപ്പം പേർഷ്യൻ മേഖലയിൽ അമേരിക്കയുടെ മറൈൻസ് ഏകദേശം 2380ഓളം വരുന്ന അമേരിക്കൻ മറൈൻസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുമാണ് പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. അതായത് അമേരിക്കൻ മറൈൻസ് ഇവിടെ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഈ ഓപ്പറേഷൻസിലൊക്കെ പങ്കെടുക്കുന്ന മറൈൻസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇവർ ഇതേപോലെ എടുത്ത് പുറത്തോട്ട് വിടുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം മൊസാദിനും CIAക്ക് എന്തു നടക്കും, വേറെ ആർക്കും പറ്റില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളാണ് ഇറാൻ്റെ ഈ ഒരു ഗ്രൂപ്പ് ഹദാല ഹാക്കേഴ്സാണ് ഇത് പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. പേർഷ്യൻ ഗൾഫിലെ സേവനമനുഷ്ഠിക്കുന്ന 2379 നാവികസേന ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളാണ് ചോർത്തുന്നതായിട്ട് അവകാശപ്പെട്ടിട്ടുള്ളത്. ബഹ്റൈനിലെ നമ്പറുകളിൽ നിന്നും US സൈനികർക്ക് വാട്സപ്പ് സന്ദേശങ്ങൾ ലഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അവരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതും പോലെ ഷഹീദ് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമിക്കുമെന്നാണ് ഈ ഒരു സന്ദേശത്തിൽ. അതായത് ബഹ്റൈനി നമ്പർ എന്നാണ് ഇവർക്ക് മെസ്സേജുകൾ വന്നിട്ടുള്ളത്. ഈ മെസ്സേജുകൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ കംപ്ലീറ്റ് ഞങ്ങൾ ഏരിയയിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഷഹീദ് ഡ്രോണുകൾ വെച്ചിട്ട് ഞങ്ങൾ പരിപാടി തീർക്കും അല്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കും എന്നാണ് ഇവരുടെ കയ്യിൽ നിന്നുള്ള സന്ദേശങ്ങളായിട്ട് പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഇസ്രായേൽ ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുൻ ഇസ്രായേലി സൈനിക മേധാവി ഹെൻസി ഹവേലിയുടെ ഫോൺ ഹാക്ക് ചെയ്തു. അത് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിരുന്നു. ഫോൺ ഹാക്ക് ചെയ്ത് രഹസ്യമായിട്ടുള്ള പല കാര്യങ്ങളും പുറത്തോട്ട് വിട്ടു. ഏകദേശം 19,000-ലധികം ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇവരുടെ കയ്യിൽ ഇപ്പോൾ അവർ ശേഖരിച്ച് വെച്ചിട്ടുള്ളത്. അതുമാത്രമല്ല ഈ ഗ്രൂപ്പ് അവകാശപ്പെടുന്നത് മുൻ പ്രധാനമന്ത്രി
നഫ്താലി ബെനറ്റിൻ്റെ ഫോൺ കോൾ വരെ ഹാക്ക് ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തോട്ട് വരുന്നുണ്ട്. ഹന്താലയുമായിട്ട് ബന്ധപ്പെട്ട വെബ്സൈറ്റുകൾ പൂട്ടാൻ വേണ്ടിയിട്ട് US അധികൃതർ നടപടി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇവർ സോഷ്യൽ മീഡിയ വഴി വരെ റിക്രൂട്ട്മെൻറ്റ് വരെ ചെയ്ത പരിപാടി, അതായത് അവരുടെ ഗ്രൂപ്പിലോട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വരെയുള്ള പരസ്യം വരെ അവരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൂടെ ഫോണിലൂടെ ഒക്കെ പുറത്തോട്ട് അവർ വിട്ടിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളും ഫോണുകളും ഒക്കെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് നാവികസേന ഉദ്യോഗസ്ഥർക്ക് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം, ഇൻ്റലിജൻസ് വിഭാഗം നിർദ്ദേശം നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തോട്ട് വരുന്നുണ്ട്. ഇനി ഈ ഒരു കരച്ചിലിൻ്റെ വീഡിയോ ഇന്നലെ നൈറ്റിൽ ഒരുപാട് ചാനലുകളിലും കുറേ കാര്യത്തിലൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ട് അവരെ കൊണ്ടുപോയ സമയത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങോട്ട് എത്തിയിട്ടുള്ള ബാച്ചിൽ ആളുകൾ, മരിച്ച ആളുകളുടെ ശവടക്കും അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളുടെ കരച്ചിലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഒരുപാട് സൈനികർ കൊല്ലപ്പെടുന്നുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ പ്രത്യേകിച്ച് ഹിസ്ബുള്ളയായിട്ടുള്ള ആക്രമണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു എല്ലാം നടക്കുന്നത്. ഒരുപാട് ഹിസ്ബുള്ളിനെ ആക്രമിക്കാൻ വേണ്ടി അങ്ങോട്ട് കരയുദ്ധം നടത്താൻ പോയിട്ടുള്ള ഇസ്രായേലിലുള്ള ഒരുപാട് എന്താ പറയുക സൈന്യത്തിൻ്റെ അവസ്ഥയാണ്. ഒരുപാട് പേര് കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തോട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോസും ഇമേജസും കാര്യങ്ങളാണ് ഈ ആൾ മരിച്ചതിൻ്റെ ഫാമിലിയുടെ കരച്ചിലുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ യുദ്ധത്തിൻ്റെ ഭാഗങ്ങളിൽ ഇനി പറയാനുള്ളത് ഹോർമോസിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഇറാൻ മുന്നോട്ട് വെച്ച കാര്യങ്ങളൊന്നും അമേരിക്ക അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. യുദ്ധം മുന്നോട്ട് പോകുകയാണെങ്കിൽ അങ്ങനെ തന്നെ പോട്ടെ, ഞങ്ങളുടെ എണ്ണ സംഭരണങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എണ്ണ ശേഖരിക്കാനുള്ള, ഞങ്ങൾക്ക് എണ്ണ കാത്തു വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഫില്ലായിട്ടുണ്ട്. കാരണം ഇറാനിന് അത്രയും കപ്പലുകൾ മുന്നോട്ട് പോകുന്നില്ല, മറ്റ് കപ്പലുകൾ തന്നെ ഇറാനും വിടുന്നില്ല, അമേരിക്കയും വിടുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലാണുള്ളത്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇന്നലെ കണ്ട മറ്റൊരു കാര്യമുണ്ട്. ഒരു ജപ്പാനീസ് ടാങ്കർ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ പാസ് ചെയ്തത്. അത് ഇറാൻ കോർഡിനേറ്റ് ചെയ്ത് ഇറാൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അങ്ങനെ ഒരു സംഭവം നടന്നത്. അപ്പോൾ ഇതും ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളും. അപ്പോൾ അത് പോകുന്നത് കണ്ടു. ഇനി അത് മാത്രമല്ല, ഒരു അമേരിക്കൻ യോട്ട് അതിലൂടെ കയറിപ്പോയത് നമ്മൾ കണ്ടു അല്ലേ. ഏറ്റവും അത്യാഡംബരമായിട്ടുള്ള ഒരു ചലിക്കുന്ന കൊട്ടാരം എന്ന് പറയുന്ന റഷ്യയുടെ ഒരു യോട്ട് അതിലൂടെ കടന്നുപോയതും അമേരിക്കയുടെ മുക്കിൻ തുമ്പിലൂടെ കടന്നുപോയതായിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടു. അപ്പം ഇപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾക്ക് മൊത്തം അടി കിട്ടുന്ന പോലെ ഇറാനും അമേരിക്കയ്ക്കും ഇസ്രായേലിനും എല്ലാവർക്കും അടി കിട്ടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് അത് നേരിട്ട് യുദ്ധം ചെയ്ത് ഇറാൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് സാമ്പത്തിക ഉപരോധങ്ങൾ കൂട്ടുക, അല്ലെങ്കിൽ ഇറാൻ്റെ കപ്പലുകളെ പാസ് ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇറാൻ ത്രൂ അല്ലെങ്കിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട കപ്പലുകളെ പാസ് ചെയ്യാണ്ടിരിക്കുക. ഇനി ഇങ്ങനെ ഇറാനെ തകർക്കാൻ പറ്റുമെന്ന് അമേരിക്കക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക ഇത് പിടിക്കുന്നത്. ഇനി നിങ്ങൾ എന്ത് കളിച്ചാലും വേണ്ടില്ല, ഞങ്ങൾ തകരില്ല, ഞങ്ങൾ പിടിച്ചു നിൽക്കും എന്ന് കഴിഞ്ഞ 40 വർഷമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇറാൻ ഇപ്പോഴും അതേ ലെവലിൽ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി റഷ്യയുടെ സപ്പോർട്ട് ഇതിലൂടെ എത്രത്തോളം വരും? ഇന്ന് ആ ഒരു യോട്ട് അതിലൂടെ പോയപ്പം തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. റഷ്യ ഇതിലോട്ട് എത്രത്തോളം ഇറങ്ങി കളിക്കുന്നുണ്ട്. ഇനി അത് മറ്റു രീതിയിലോട്ടൊക്കെ മാറും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ നടന്നിട്ടുള്ള ചില അപ്ഡേറ്റുകളായിട്ട് പറയാനുള്ളത്. ഇനി കൂടുതൽ അപ്ഡേറ്റുകൾക്ക് നമുക്ക് കാത്തിരിക്കാം. ബൈ.